ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിൻ്റെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാം 12-ാം തീയതിയാണ് കഴിഞ്ഞത്, ജൂലൈ 12-ന്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പാരിറ്റീവ്ലി ഫൈനായിരുന്നു, അത്ര വലിയ ടഫായിരുന്നില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ബിഗ് ലേണിങ്ങിൽ ഡിസ്കസ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ അഡീഷണലി കുറച്ച് ടഫായിട്ടുള്ള ഒരു 10-15 ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കിയെല്ലാം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനാണ് എക്സ്പാൻഡ് NOAEL ഫുൾ ഫോം എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നോ ഒബ്സർവ്ഡ് അഡ്വേഴ്സ് എഫക്റ്റ് ലെവലാണ് NOAEL എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹയസ്റ്റ് ഡോസ് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ എനി ഒബ്സർവേഷൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ടെസ്റ്റ് ഒബ്ജക്റ്റ്. അതുകൂടാതെ ഇത് ടോക്സിക്കോളജി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് NOAEL, നോ ഒബ്സർവ്ഡ് അഡ്വേഴ്സ് എഫക്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ലബോറട്ടറി കൺസിഡറേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോത്രൈസൈൽ ഫോസ്ഫേറ്റ് ഈസ് എസ് എ അഡൾട്രൻറ്റ് ഇൻ ഓർത്തോത്രൈസറൈൽ ഫോസ്ഫേറ്റ് ഇതിലേതിലാണ് അഡൾട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ഇത് ഓയിലാണ് സാധാരണയായിട്ട് നമ്മൾ അഡൾട്രൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഓയിലാണ്. അപ്പോൾ ഇതിന് ആൻസർ ഓയിലാണ് വരുന്നത്. അപ്പോൾ ഓയിലിൽ നമുക്കറിയാം ഓർഗാനോ ഫോസ്ഫേറ്റ് സബ്സ്റ്റൻസ് ആണ് മെയിൻലി പിന്നെ പോയ്സണിങ്ങിന് വേണ്ടിയിട്ട് കാരണമാണത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ട്രൈഓർത്തോക്രസൈൽ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോ ട്രൈക്രസൈൽ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഓർത്തോക്രസൈൽ ഫോസ്ഫേറ്റ് എന്നും കൂടെ അതിനെ പറയും. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ്. നമുക്ക് എല്ലാവർക്കും അറിയാം കാർബോഹൈഡ്രേറ്റ് ആണ് പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ ഉള്ളത്. അതായത് ഈ അതായത് പ്രോട്ടീൻ്റെ ആബ്സെൻസിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ സോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അത് പിന്നെ നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് സിഗ്നിഫിക്കൻ്റ്ലി അഫക്റ്റ് നമ്മുടെ നൈട്രജൻ ബാലൻസ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ നമ്മുടെ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കലോറി ഇൻടേക്കിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ യൂസ് ചെയ്യാതെ, അതായത് നമുക്കറിയാം പ്രോട്ടീൻ എനർജി സോഴ്സാണ്. പ്രോട്ടീനിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ് പോലെ തന്നെ ഓൾമോസ്റ്റ് 4 കിലോ കലോറി എനർജി കിട്ടും. പക്ഷേ അത് കൂടാതെ നമുക്ക് ജനറലി നമ്മൾ എനർജി യൂട്ടിലൈസ് ചെയ്യേണ്ട കാർബോഹൈഡ്രേറ്റ് സോഴ്സ് എന്നാണ്. അപ്പോൾ പിന്നെ പ്രോട്ടീനിന് എനർജി ഡിറൈവ് ചെയ്യാതെ കാർബോഹൈഡ്രേറ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. നെക്സ്റ്റ് വന്ന INS നമ്പർ 300 to 399. അത് വരുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മളത് ഓൾറെഡി ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആൻറ്റി ഓക്സിഡൻ്റ് ആണ് 300 തൊട്ടിട്ട് 399 വരെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് ലിപ്പിഡ് ഫോർ ലോ മോയ്സ്ചർ ഫുഡ്. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ആസിഡ് ഹൈഡ്രോളിസിസ് ആണ്. അതായത് പിന്നെ ലിപ്പിഡ്സിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ മോയ്സ്ചർ ഫുഡിലത്തെ ലിപ്പിഡ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്തിട്ട് പിന്നെ അതിലത്തെ ബാക്കിയുള്ള കോമ്പോണൻസിനൊക്കെ ബ്രേക്ക് ഡൗൺ ആക്കുക, എന്നിട്ട് അവസാനം അതിൽ നമ്മൾ ലിപ്പിഡ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ അനാലിസിസ് ഓഫ് ലിപ്പിഡിന് വേണ്ടി നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആസിഡ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ RDA എനർജി ഓഫ് ഹെവി വർക്കർ റെക്കമെൻഡഡ് ബൈ അത് നമുക്ക് എത്ര കിലോ കലോറി എനർജി വേണം ഫോർ എ ഹെവി വർക്കർ അക്കോർഡിംഗ് ടു ICMR 2020 സ്റ്റാൻഡേർഡ് പ്രകാരം എത്രയാണ് വേണ്ടതെന്നാണ് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 3470 ആണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 2022
2-ലും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് പ്രകാരം ഇതിൽ വേരിയേഷൻസ് ഒന്നുമില്ല, 3470 തന്നെയാണ്. അപ്പോൾ 2 വാല്യൂ പഠിച്ച ആൾക്കാർക്കും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, 3470 കിലോ കലോറിയാണ്. കിലോ കലോറിയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ വരുന്നത് DFS formulation are intended to provide daily dietary iron requirements of എത്ര പെർസെൻറ്റേജ് ആണ് DFS ഫോർമുലേഷനിൽ ഡെയിലി അയൺ റിക്വയർമെൻറ്റ്സിൽ വരുന്നത്? അത് 30 to 60% ആണ് കറക്റ്റ് ആൻസർ. ഡബിൾ ഫോർട്ടിഫൈഡ് സാൾട്ടിൽ DFS എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി ഡബിൾ ഫോർട്ടിഫൈഡ് സാൾട്ടാണ്. അതിൽ അയണിൻ്റെ കോൺസെൻട്രേഷൻ അക്കോർഡിംഗ് ടു ഡയറ്ററി റിക്വയർമെൻറ്റ് പ്രകാരം അയണിൻ്റെ കോൺസെൻട്രേഷൻ ടോട്ടലി 30 to 60% ആണ് വരുന്നത്. അതാണ് ഡബിൾ ഫോർട്ടിഫൈഡ് സാൾട്ട് DFS എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ അതിൻ്റെ അബ്രിവേഷൻ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഡബിൾ ഫോർട്ടിഫൈഡ് സാൾട്ടിന് ഡയറക്റ്റ്ലി ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് INS നമ്പർ ഫോർ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്. പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റിൻ്റെ INS നമ്പർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻസ്. ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. ഓപ്ഷൻ എ ആണ്. 224 ആണ്. അതായത് പ്രിസർവേറ്റീവ്സിൽ വരുന്നത് 200 സീരീസ് ആണ്. അതിൽ 224 ആണ് പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് വരുന്നത്. നമ്മൾ ഈ പ്രൊഡക്ട്സിൻ്റെ ലാബലിംഗ് ഒക്കെ നോക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ വരുന്നത് HPLC യൂസ്ഡ് ടു സെപ്പറേറ്റ് ഐഡൻറ്റിഫൈ ആൻഡ് ക്വാണ്ടിഫൈ കോമ്പൗണ്ട്സ് വിച്ച് ആർ. പോളാർ ആൻഡ് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. സാധാരണ നോർമലി HPLC നോർമലി റിവേഴ്സ് ഫേസ് ക്രോമറ്റോഗ്രാഫിയാണ്. റിവേഴ്സ് ഫേസ് ആണ് RP, റിവേഴ്സ് ഫേസ് ക്രോമറ്റോഗ്രാഫിയാണ് യൂസ് ചെയ്യുന്നത്. അത് നോർമലി റിവേഴ്സ് ഫേസ് ക്രോമറ്റോഗ്രാഫിയാണ് HPLCയിൽ യൂസ് ചെയ്യുന്നത്. അതിൽ പോളാർ കോമ്പൗണ്ടിനെയാണ് കോമൺലി നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ആ കോമ്പൗണ്ട് വോളറ്റൈലും ആവാൻ പാടില്ല. വോളറ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ GC ആണ് യൂസ് ചെയ്യുക. ഓക്കെ, നോൺ പോളാറും വോളറ്റൈൽ ആണെങ്കിൽ കോമൺലി അതിനെ പിന്നെ GC ആണ് യൂസ് ചെയ്യുക, ഗ്രാസ് ക്രോമറ്റോഗ്രാഫി. ഓക്കെ, ഇതാകുമ്പോൾ പിന്നെ HPLC ആണ് യൂസ് ചെയ്യുക. ഓക്കെ, പോളാർ നോൺ വോളറ്റൈൽ ആണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് വരുന്നത് എൻസൈം യൂസ്ഡ് ഇൻ ക്ലാരിഫിക്കേഷൻ സിഡാർ ജ്യൂസ് ആൻഡ് വൈൻ. ഓക്കെ, ഇതിന് യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അതിൽ ഫംഗൽ പെക്റ്റിനേസ് എൻസൈംസ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. പെക്റ്റിൻ ക്ലാരിഫിക്കേഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പെക്റ്റിനേസ് എന്നുള്ള എൻസൈമാണ്. ഓക്കെ, അപ്പോൾ ഫംഗൽ പെക്റ്റിനേസ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ് ആൻഡ് ലാക്ടോ ബാസിലസ് ബൾഗാരിക്കസ് സ്പീഷീസ്, ഡൽബൂക്രി സ്പീഷീസ് യൂസ് ചെയ്യുന്നത്. ഒക്കെ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലായത് യോഗേർട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യോഗേർട്ടിൻ്റെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് STLB സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും അതുപോലെ തന്നെ ലാക്ടോ ബാസിലസ് ബൾഗാരിക്കസ് ഡൽബൂക്കി അല്ലെങ്കിൽ ഡൽബൂക്കി സ്പീഷീസ് ബൾഗാരിക്കസ് 1:1 റേഷ്യോയിൽ യൂസ് ചെയ്യുന്നത് യോഗേർട്ടിലാണ്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ സോർക്കട്ട് ഈസ് എ ഫെർമെൻറ്റഡ് ഫുഡ് പ്രൊഡ്യൂസ്ഡ് ഫ്രം. നമുക്ക് എല്ലാവർക്കും പറയാം ക്യാബേജിൻ്റെ ഫെർമെൻറ്റഡ് ക്യാബേജിനെയാണ് സോർക്കട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എർഗോട്ടിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ക്ലാവിസെപ്സ് പെർപ്യൂരിയേസി എന്നുള്ള ഓർഗാനിസം ആണ്. അപ്പോൾ ഏറ്റവും കോമൺലി അതായത് ഈ എർഗോട്ടിസം അതൊരു ആൽക്കലോയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ആൻ്റണീസ് ഫയറൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ എർഗോട്ടിസം അത് കോസ് ചെയ്യുന്നത് ക്ലാവിസെപ്സ് പെർപ്യൂരിയേസി എന്നുള്ളൊരു ഓർഗാനിസമാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് 14th ക്വസ്റ്റ്യനാണ്. അപ്പം 14th ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എയറോബിക് ഗ്രാം പോസിറ്റീവ് റോഡ് കോസിങ് ഇൻടോക്സിക്കേഷനാണ്. അപ്പോൾ എയറോബിക് അതിൽ വരുന്ന ആൻസർ വരുന്നത് നമുക്കറിയാം. ഇതിൽ എയറോബിക് ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് ബാസിലസ് സീരീസ് ആണ്. ക്ലോസ്ട്രീഡിയം ബോട്ടിലിനും കോമൺലി ക്ലോസ്ട്രീഡിയം ബോട്ടിലിനും പെർഫ്രിഞ്ചൻസ് എയറോബിക് ആണ്. പക്ഷേ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനും കോമൺലി എയറോബിക് സ്പീഷീസ് ആണ്. അത് എയറോബിക് കണ്ടീഷനിൽ ടോക്സിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. പിന്നെ പെർഫ്രിഞ്ചൻസ് വെച്ചാൽ ഫുഡ് ബോൺ ഇൻഫെക്ഷൻ ആണ്, ഇൻടോക്സിക്കേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബാസിലസ് സീരീസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഡാഷ് ഇസ് ദ എബിലിറ്റി ഓഫ് ലെൻസ് ടു സെപ്പറേറ്റ് ഓർ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്മോൾ ഒബ്ജക്റ്റ് ദാറ്റ് ആർ ക്ലോസർ.
ടു ഈച്ച് അതർ. അതിൽ ആൻസർ വരുന്നത് റെസൊല്യൂഷനാണ്. അപ്പോൾ റെസൊല്യൂഷൻ ഈസ് ദ എബിലിറ്റി ഓഫ് ലെൻസ് ടു സെപ്പറേറ്റ് ഓർ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്മോൾ ഒബ്ജക്ട് ദാറ്റ് ആർ ക്ലോസ് ടുഗെദർ. അത് നമ്മൾ മൈക്രോസ്കോപ്പിലാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോബയോളജി റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ മൈക്രോസ്കോപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അതിന് ആൻസർ വരുന്നത് റെസൊല്യൂഷനാണ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഈസ് ദ ടെമ്പറേച്ചർ നെസസറി ടു കിൽ എ ഗിവൺ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ എ ഫിക്സ്ഡ് ടൈം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് തെർമൽ ഡെത്ത് പോയിൻ്റ് ആണ്. തെർമൽ ഡെത്ത് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ TDP എന്ന് പറയും. ഓക്കെ, TDP എന്ന് പറയും. TDP തെർമൽ ഡെത്ത് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ defined as the lowest temperature at which all microorganisms in a liquid suspension are killed in 10 minutes. അതിനാണ് TDP എന്ന് പറയുന്നത്. It represents the temperature necessary to kill a given number of microorganisms in a fixed time. അതിനെയാണ് പിന്നെ TDP അല്ലെങ്കിൽ തെർമൽ ഡെത്ത് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ആവും തെർമൽ ഡെത്ത് ടൈം ആണോ തെർമൽ ഡെത്ത് പോയിന്റ് ആണോ എന്ന്. ഒരു ഗിവൻ നമ്പർ ഓഫ് പോപ്പുലേഷൻ അറ്റ് എ ഫിക്സ്ഡ് ടൈം ആയതുകൊണ്ട് അതിനെ തെർമൽ ഡെത്ത് പോയിന്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡാഷ് ഈസ് സ്റ്റെയിനിങ് ടെക്നിക് കോമൺലി യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലോസിസ്. മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലോസിന് സ്പെസിഫിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ്. ഓക്കെ, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ് നമ്മൾ മൈക്രോബാക്ടീരിയൻ ട്യൂബർക്കുലോസിന് സ്പെസിഫിക്കലി യൂസ് ചെയ്യുന്നത്. അത് ട്യൂബർക്കുലോസിസ് ഉണ്ടോ എന്നുള്ളത് മിൽക്കിലൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ വരുന്നത് പെപ്റ്റോൺസ് ഇൻ കൾച്ചർ മീഡിയ സെർവ് ആസ് ദ സോഴ്സ് ഓഫ്. പെപ്റ്റോൺ നമുക്കറിയാം ഒരു പ്രോട്ടീൻ സോഴ്സാണ്. സോ ഇറ്റ്സ് ആക്ട് ആസ് എ നൈട്രജൻ. ഓക്കെ, സോഴ്സ് ഓഫ് നൈട്രജൻ എന്നും പറയാൻ പറ്റും. ഓക്കെ, പെപ്റ്റോൺ കൾച്ചർ മീഡിയ ആക്ട് ആസ് എ നൈട്രജൻ. സോ ഇത്രയും ക്വസ്റ്റ്യൻ ഇതും മൈക്രോബയോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദ എമറ്റിക് ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ബാസിലസ് സീരിയസ്. ബാസിലസ് സീരിയസ് പ്രൊഡ്യൂസ് ചെയ്ത എമറ്റിക് ടോക്സിൻ ഏതാണെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ പേര് ഇറ്റ്സ് എ സൈറ്റോടോക്സിൻ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് സെറുലിഡിൻ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സെറുലിഡിൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് സൈറ്റോടോക്സിൻ കൂടിയാണ്. ഇറ്റ്സ് എൻ എമറ്റിക് ടോക്സിൻ ആസ് വെൽ ആസ് ഇറ്റ്സ് ഓൾസോ എ പൊട്ടൻറ്റ് സൈറ്റോടോക്സിക് ദാറ്റ് ഡിസ്ട്രോയ് മൈറ്റോകോൺട്രിയ ആൻഡ് കോസ് നോസിയ, വോമിറ്റിംഗ് ആൻഡ് ഓൾ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 20th ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ബേസിക് ഡൈ യൂസ്ഡ് ഇൻ സ്റ്റെയിനിങ്. ഇതിൽ ബേസിക് ഡൈ ഏതാണ് സ്റ്റെയിനിങ്ങിന് യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ക്രിസ്റ്റൽ വയലറ്റ് ഈസ് ഓൾസോ ഇറ്റ്സ് എ കാറ്റയോണിക് ഡൈ ആണ്, അല്ലെങ്കിൽ ബേസിക് ഡൈ എന്ന് പറയും. ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്നത് കാറ്റയോണിക് അല്ലെങ്കിൽ ബേസിക് ഡൈ അല്ലെങ്കിൽ ബേസിക് ഡൈ എന്ന് പറയും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21st ക്വസ്റ്റ്യൻ ആണ്. അതിൽ ക്ലോറിൻ ഇൻ മിനിമൽ പ്രോസസ്സിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മിനിമൽ പ്രോസസ്സിങ് ഓഫ് വെജിറ്റബിളിൽ യൂസ് ചെയ്യുന്ന ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ 100 to 150 ppm ആണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. 100 to 150 ppm ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അത് 120 to 150 അല്ല, 100 to 150 തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡ്രൈ ഹീറ്റ് കുക്കിംഗ് ഓഫ് മീറ്റ് ഇൻ സ്മോൾ എമൗണ്ട് ഓഫ് ഫാറ്റ്, അല്ലെങ്കിൽ ചെറിയ സ്മോൾ എമൗണ്ട് ഓഫ് ഫാറ്റിൽ ഡ്രൈ ഹീറ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ഇനി ബ്രീസിങ് എന്ന് പറയാം നമ്മൾ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ JECFA ഇസ് എ കമ്മിറ്റി റെസ്പോൺസിബിൾ ഫോർ. JECFA ഇസ് എ കമ്മിറ്റി ഓൺ ജോയിൻറ്റ് എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഫുഡ് അഡിക്റ്റീവ്സ് ആണ്. അപ്പോൾ അത് ഫുഡ് സേഫ്റ്റിയിലാണ് വരുന്നത്. ഓക്കെ, റെസ്പോൺസിബിൾ ഫോർ ഫുഡ് സേഫ്റ്റി ആണ്. ജോയിൻറ്റ് എക്സ്പേർട്ട് കമ്മിറ്റി ഫോർ ഫുഡ് അഡിക്റ്റീവ്സ്. എമറി റോളേഴ്സ് നമുക്കറിയാം എമറി കോട്ടഡ് റോളേഴ്സ് യൂസ്ഡ് ഫോർ പോളിഷിങ്, അതായത് അബ്രാസീവ് മെറ്റീരിയലാണ് എമറി റോളർ എന്ന് പറയുന്നത്. അത് നമ്മൾ പോളിഷിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇതുവരെയുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ ആക്റ്റീവ് പാക്കേജിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. ഡാഷ് ഈസ് ഇൻകോപ്പറേഷൻ ഓഫ് സബ്സിഡറി കോൺസ്റ്റിറ്റ്യുവൻസ് in or the packaging materials or the headspace of the package to enhance the package performance. നമ്മൾ ഒരു
ഹെഡ് സ്പേസിൽ നമ്മൾ ഇൻകോർപ്പറേഷൻ ഓഫ് സബ്സിഡറി സബ്സ്റ്റൻസസ് വെച്ചിട്ട് അതിൻ്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്ന അതിന് പറയുന്ന പേരാണ്. അത് സബ്സിഡറി കോൺസ്റ്റിറ്റ്യൂവൻസ് ഓർ പാക്കേജിങ് മെറ്റീരിയൽ ഹെഡ് സ്പേസിൽ വെച്ചിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്റ്റീവ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കളർ ചേഞ്ചോ അല്ലെങ്കിൽ ഹെഡ് സ്പേസിൽ ഇപ്പം ഗ്യാസസ് കോൺസെൻട്രേഷനിലെ ചേഞ്ചോ അതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം എതിലിംഗ് കോൺസെൻട്രേഷനിലെ ചേഞ്ചൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സും കോമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അതിൽ. അപ്പോൾ അതിനെയാണ് ആക്റ്റീവ് പാക്കേജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് പാക്കേജിങ്, അപ്പോൾ ഇത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ആക്റ്റീവ് പാക്കേജിംഗ് ആണ്. ഓക്കെ, ഹെഡ് സ്പേസ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോണ്ടാക്ട് ആംഗിൾ ഈസ് മെഷേർഡ് ഇൻ എഡിബിൾ ഫിലിം ഫോർ, എന്തിനു വേണ്ടിയിട്ടാണ് കോണ്ടാക്ട് ആംഗിൾ നമ്മൾ എഡിബിൾ ഫിലിമിൽ മെഷർ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ അത് മെഷർ ചെയ്യുന്നത് സാധാരണ ഹൈഡ്രോഫിലിസിറ്റി അല്ലെങ്കിൽ ഹൈഡ്രോഫോബിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിറ്റർമിനിങ് ഹൈഡ്രോഫിലിസിറ്റി അല്ലെങ്കിൽ ഹൈഡ്രോഫോബിസിറ്റി, അതായത് ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ വാട്ടറായിട്ട് ഹൈഡ്രോഫിലിക് ആണോ അല്ലെങ്കിൽ വാട്ടറായിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുകയാണോ. അപ്പോൾ മോർ ഹൈഡ്രോഫോബിക് ആണെന്നുണ്ടെങ്കിൽ കുറേ ഹൈ മോയ്സ്ചർ ഫുഡിൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഇപ്പോൾ കോണ്ടാക്ട് ആംഗിൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വളരെ കുറച്ചാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോഫിലിക് ആയിരിക്കും, കൂടുതലാണെങ്കിൽ ഹൈഡ്രോഫോബിക് ആയിരിക്കും. അപ്പോൾ ആ ഒരു കോണ്ടാക്ട് ആംഗിൾ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഏത് ടൈപ്പ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ് ഈ പാക്കേജിങ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ബട്ടർ മെയ്ഡ് വിത്തൗട്ട് റൈപ്പനിങ് ആൻഡ് വിത്തൗട്ട് അഡീഷൻ ഓഫ് എനി പ്രിസർവേറ്റീവ് ഈസ്. 27th ക്വസ്റ്റ്യൻ, അതായത് ബട്ടർ വിത്തൗട്ട് റൈപ്പനിങ്, അതിന് അൺറൈപ്പൺ ബട്ടറാണ്, അൺറൈപ്പൺ ബട്ടറാണ്. അപ്പോൾ അതിൽ സ്വീറ്റ് ക്രീം ബട്ടറാണ് ഇതിൽ അൺറൈപ്പൺ ബട്ടറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്വീറ്റ് ക്രീം ബട്ടറാണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വന്ന TSS ഇൻ റെഡി ടു സെർവ്. RTS-ൻ്റെ TSS, RTS എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത് ഒരുപാട് കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു RTS ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. 100% ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്കറിയാം RTS-ൻ്റെ TSS എന്ന് വെച്ചാൽ 10 ഡിഗ്രി ബ്രിക്സും 10% ഫ്രൂട്ട് കണ്ടൻറ്റുമാണ്. അപ്പോൾ 10 ഡിഗ്രി ബ്രിക്സ് ആണ് RTS-ൻ്റെ TSS എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈ ഫ്രീക്വൻസി അൾട്രാസോണിക്കേഷൻ റെഫേഴ്സ് ടു. അപ്പോൾ നമ്മൾ അൾട്രാസോണിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഏത് ഫ്രീക്വൻസിയിലാണ്? ഹൈ ഫ്രീക്വൻസി അൾട്രാസോണിക്കേഷൻ വെച്ചാൽ 100 കിലോ ഹെഡ്സ് ടു 1 മെഗാ ഹെഡ്സ് ആണ്. 100 കിലോ ഹെഡ്സ് ടു 1 മെഗാ ഹെഡ്സ് ആണ്. ഓക്കെ, 1 മെഗാ ഹെഡ്സ് ടു 100 മെഗാ ഹെഡ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ പിന്നെ നമുക്ക് അറിയാം ഫുഡ് ആപ്ലിക്കേഷനിൽ കോമൺലി യൂസ് ചെയ്യുന്നത് 20 കിലോ ഹെഡ്സ് ആണ്. അപ്പോൾ 100 കിലോ ഹെഡ്സ് തൊട്ടിട്ട് 1 മെഗാ ഹെഡ്സ് വരെയാണ് ഹൈ ഫ്രീക്വൻസി അൾട്രാസോണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി മീൻസ് 100 കിലോ ഹെഡ്സ് ടു 1 മെഗാ ഹെഡ്സ് ആണ്. പക്ഷേ ഫുഡ് ആപ്ലിക്കേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 20 കിലോ ഹെഡ്സ് ആണ്. ഓക്കെ, പിന്നെ സിറപ്പ് ടെമ്പറേച്ചർ, the syrup or brine to be added in can should be at a temperature of, അതായത് സിറപ്പ് ഏത് ടെമ്പറേച്ചറിലാണ് കാനിങ് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്, അതിൻ്റെ ടെമ്പറേച്ചർ 79 to 82 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. അസെപ്സിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ ഉപയോഗിക്കില്ല. ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ 79 to 82 ആണ് നമ്മൾ യൂസ് ചെയ്യുക. ബ്രൈനിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, തിളക്കുന്ന ബ്രൈനൊന്നും നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇവാപറേഷൻ നടക്കും. അപ്പോൾ അത് കോമൺ സെൻസ് യൂസ് ചെയ്താൽ തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ മിൽഡ് ഹോൾ റൈസ് ഓഫ് 6/8 ആൻഡ് മോർ ഓഫ് ആക്ച്വൽ കേർണൽ സൈസ് ഇസ് റെഫേർഡ് ആസ്, അല്ലെങ്കിൽ 6/8 ആ ഒരു പിന്നെ പ്രൊപ്പോർഷൻ വരുന്ന ആ ഒരു റൈസിനെ നമ്മൾ എന്ത് റൈസായിട്ടാണ് കൺസിഡർ ചെയ്യുക? അതിനെ ഹെഡ് റൈസ് എന്നാണ് പറയുക. ഓക്കെ, ഹോൾ റൈസ് അല്ലെങ്കിൽ 6/8 ഓഫ് ആൻഡ് മോർ ഓർ ആക്ച്വൽ കേർണൽ, അതായത് ആ റൈസ് കേർണലിൻ്റെ 6/8 ഭാഗവും വരുന്നുണ്ടെങ്കിൽ അതിന് ഹെഡ് റൈസ് എന്നാണ് പറയുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32nd ക്വസ്റ്റ്യൻ ആണ്. The removal of water from the substrate by direct sublimation from the frozen state to the vapor state is known as. ഇപ്പോൾ 32nd ക്വസ്റ്റ്യൻ ആണ്. 32nd ക്വസ്റ്റ്യൻ്റെ സബ്ലിമേഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി ഇറ്റ്സ് എ ഫ്രീസ് ഡ്രൈയിങ്. ഓക്കെ, സബ്ലിമേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലായിരുന്നത് ഫ്രീസ് ഡ്രൈയിങ് ആണ്. ഓക്കെ, അപ്പോൾ ഫ്രീസ് ഡ്രൈയിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്ന് ചോദിച്ചത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്.
So the next question, dash is the process of heat transfer in which heat flow from hotter body to colder body. ഹോട്ടർ ബോഡിയിൽ നിന്ന് കോൾഡർ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് നമുക്കറിയാം. ഇറ്റ്സ് നോൺ ആസ് റേഡിയേഷൻ. ഓക്കെ, നമ്മൾ ഇൻഫ്രാറെഡിൻ്റെ ഒക്കെ സോഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇൻഫ്രാറെഡ് ഇറ്റ്സ് എ ഹോട്ട് ബോഡി. അപ്പോൾ ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് റേഡിയേഷൻ ട്രാൻസ്ഫർ ചെയ്യും. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ മീൻസ് വേവ്സ് ട്രാൻസ്ഫർ ആവും. അതിനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്ഫർ, അതിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the process of size reduction which combine cutting and crushing വെച്ചിട്ട് സൈസ് റിഡക്ഷൻ ചെയ്യുന്നതിനെ 31st ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെയാണ് ഷിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പൈൻ കട്ടിങ് ആൻഡ് ക്രഷിങ്ങും ചെയ്യുന്നതിനാണ് ഷിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സ്ക്രീൻ ക്ലീനേഴ്സ് ആർ വെരി പോപ്പുലർ ഫോർ ക്ലീനിങ് ഗ്രേഡിംഗ് ആൻഡ് സെപ്പറേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഗ്രാനുലാർ മെറ്റീരിയൽ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ക്രീൻ ക്ലീനറിന് പറയുന്ന പേരാണ്. എന്ത് സ്ക്രീൻ ക്ലീനറാണ്? അതിനാണ് ഗൈറേറ്ററി സ്ക്രീൻ ക്ലീനർ എന്ന് പറയുന്നത്. ഓക്കെ, ഗൈറേറ്ററി സ്ക്രീൻ ക്ലീനേഴ്സ് ആർ വെരി പോപ്പുലർ ഫോർ ക്ലീനിങ് ഗ്രേഡിംഗ് ആൻഡ് സെപ്പറേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഗ്രാനുലാർ മെറ്റീരിയൽ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 36th ക്വസ്റ്റ്യൻ ആണ്. Stone separator separate the grain mass into two fraction as per the difference in അപ്പോൾ അതിലെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സർഫസ് ടെക്സ്ചർ, സ്പെസിഫിക് ഗ്രാവിറ്റി, റിലേറ്റീവ് ലെങ്ത് ആൻഡ് സൈസ് ആൻഡ് ഷേപ്പ് ആണ്. സോ സ്റ്റോൺ സെപ്പറേറ്റ് ഗ്രെയിൻ മാസ് ഇൻ ടു ഫ്രാക്ഷൻ ബൈ ഏത് പ്രിൻസിപ്പിളിൽ വെച്ചിട്ടാണ് സ്റ്റോൺ സെപ്പറേറ്റർ വെച്ചിട്ട് മാസ് ബേസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അതിന് ആൻസറായിട്ട് വരുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. അതിൻ്റെ ഒരു ഡെൻസിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോൺ സെപ്പറേറ്റർ വെച്ചിട്ടുള്ള സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനെ ആ ഒരു ഡെൻസിറ്റി വെച്ചിട്ടാണ് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതപ്പോൾ ആൻസറായിട്ട് വരുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കണ്ടീഷനിങ് ഈസ്. അപ്പോൾ കണ്ടീഷനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എന്തിനാണ് നമ്മൾ പിന്നെ റൈസിനെ ആണെങ്കിലും പിന്നെ അല്ലെങ്കിൽ പൾസസിനെ ആണെങ്കിലും അതർ സീരിയസിനെ ആണെങ്കിലും കണ്ടീഷനിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. അതായത് നമ്മൾ ഹസ്ക് ലൂസൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഹസ്ക് ലൂസൺ ആകുമ്പോഴാണല്ലോ സെപ്പറേഷൻ ഓഫ് കേണൽ വരിക. അതുപോലെ തന്നെ റെഡ്യൂസിങ് മില്ലിങ് ലോസ് കുറക്കാൻ വേണ്ടിയിട്ട്. അതായത് ലൂസൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ ചെയ്തിട്ട് ആ കേണലും അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ഹസ്കും തമ്മിൽ ആ ഒരു ഇൻട്രാക്ഷൻ കുറച്ച് ലൂസൺ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫോർമേഷൻ ഓഫ് ഹാൻഡ് ഇംപെർമിബിൾ ലെയർ അറ്റ് ദ സർഫസ് ഡ്യൂറിങ് ഡീഹൈഡ്രേഷൻ ഈസ്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് അതിൻ്റെ ഓപ്ഷൻ വരുന്നത് ബ്ലാഞ്ചിങ്, പ്രിസർവേഷൻ, കേസ് ഹാർഡനിങ് ആൻഡ് മൈഗ്രേഷൻ. അപ്പോൾ ഇതിന് ആൻസറായിട്ട് വരുന്നത് കേസ് ഹാർഡനിങ് ആണ്. അതായത് ഇംപെർമിബിൾ ആയിട്ടുള്ള ഒരു ലെയർ ഡ്രൈയിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ്റെ സമയത്ത് ഒരു ഇംപെർമിബിൾ ആയിട്ടുള്ള ഒരു ലെയർ ഫോം ചെയ്യുന്നതിനാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റേഴ്സാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് റേഷ്യോ ഓഫ് ദ സർഫസ് എനർജി ക്രിയേറ്റഡ് ബൈ ക്രഷിങ് ടു the energy absorbed by solid is referred as. അതായത് surface energy created by crushing to surface energy created by crushing divided by എനർജി അബ്സോർബ്ഡ് ബൈ ദ സോളിഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ്. അപ്പോൾ ഈ റേഷ്യോ താഴെ പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ക്രഷിങ് എഫിഷ്യൻസിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ പാർബോയിലിംഗ് ഓഫ് പാഡിയിൽ അല്ലാത്ത സ്റ്റെപ്പ് ഏതാണ്? ജെർമിനേഷൻ ആണ്. അപ്പോൾ സോക്കിങ് സ്റ്റീം ചെയ്യുന്നുണ്ട്, ഡ്രൈ ചെയ്യുന്നുണ്ട്. അത് ജെർമിനേഷൻ മാത്രമാണ് പാർബോയിലിങ്ങിൻ്റെ സ്റ്റെപ്പ് അല്ലാതെ ഇരുന്നത്. നെക്സ്റ്റ് 40th ക്വസ്റ്റ്യൻ,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് ഈസ് നോട്ട് റെപ്രസെൻറ്റഡ് ബൈ 12 member appointed by central government according to അപ്പേഡ. ഇതിൽ അപ്പേഡയിലത്തെ 12 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 12 മെമ്പേഴ്സിൽ ഇൻക്ലൂഡ് അല്ലാത്ത ഇൻഡസ്ട്രി ഇതിലേതാണെന്നാണ്. അപ്പം ബാക്കി എല്ലാ ഇൻഡസ്ട്രി എന്നുള്ള മെമ്പേഴ്സ് ഈ അപ്പേഡയുടെ 12 മെമ്പറിലുണ്ട്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എക്സ്പെർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് അപ്പേഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കറിയാം എല്ലാ അഗ്രികൾച്ചർ കമ്മോഡിറ്റിയും വരും, അതിൽ വരാത്തത് പാക്കേജിങ് ഇൻഡസ്ട്രി മാത്രമാണ്. ഓക്കെ, പിന്നെ 42nd ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഡസ് ദ ടേം ഓവറോൾ മൈഗ്രേഷൻ ലിമിറ്റ് റെഫേഴ്സ് ടു ഫുഡ് സേഫ്റ്റി റെഗുലേഷൻ. ഇതിൽ ഓവറോൾ മൈഗ്രേഷൻ ലിമിറ്റ് ഇത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അതായത് ഫുഡ് സേഫ്റ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഓവറോൾ മൈഗ്രേഷൻ ലിമിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് മാക്സിമം പെർമിറ്റഡ് എമൗണ്ട് ഓഫ് നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസസ് റിലീസ്ഡ് ഫ്രം പാക്കേജിങ് ഇൻ ടു ഫുഡ്സ് സിമുലൻസ്. അതായത് പാക്കേജിൽ നിന്ന് ഫുഡിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസിനെയാണ് ഓവറോൾ, അതായത് എത്ര എമൗണ്ട് ട്രാൻസ്ഫർ ആയി അതിനെയാണ് ഓവറോൾ മൈഗ്രേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം BPA ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറേ ഫുഡ് ബോട്ടിൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് മൈഗ്രേഷൻ, അതായത് ഈ ഒരു BPA എന്നുള്ളൊരു കോമ്പൗണ്ട്, അതായത് ഈ വോളറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ട് പിന്നെ ആണ് മെയിനായിട്ട് മൈഗ്രേറ്റ് ആവുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യാത്ത പ്ലാസ്റ്റിക്കിനെ BPA ഫ്രീ പ്ലാസ്റ്റിക് എന്ന് പറയും. അപ്പോൾ the maximum permissible amount of non-volatile substance released from package into food, അതിനെയാണ് ഓവറോൾ മൈഗ്രേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു 2020 labeling display regulation, what symbol must be used to indicate the presence of non-vegetariansനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2020 ഒരു ലാബലിംഗ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് എന്താണ്, ആ ഒരു നോൺ വെജിറ്റേറിയൻസിന് യൂസ് ചെയ്യുന്ന ലാബിൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ആൻസർ ചെയ്യുന്നത് ബ്രൗൺ സർക്കിൾ ഇൻസൈഡ് സ്ക്വയർ ആണ്. അപ്പോൾ ബ്രൗൺ സർക്കിൾ ഇൻസൈഡ് സ്ക്വയർ ആണ് 2022 മുന്നേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് റെഡ് ട്രയാങ്കിൾ ഇൻസൈഡ് സ്ക്വയർ ആണ്. ഓക്കെ, അതായത് ഈ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പിന്നെ ഗ്രീൻ കളറും റെഡ് കളറൊക്കെ ഏകദേശം ഒരുപോലെയാണ് കാണുക ഒക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെഡ് ട്രയാങ്കിൾ ഇൻസൈഡ് സ്ക്വയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, നോൺ വെജിറ്റേറിയൻ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് 44th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അണ്ടർ ദ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് 2006? അതായത് അതിൻ്റെ പ്രൈമറി, ഈ ഫുഡ് സേഫ്റ്റി FSSAI പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്നാണ്, എന്തിനു വേണ്ടിയിട്ടാണ് FSSAI ഉണ്ടാക്കിയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ സി, ടു കൺസോളിഡേറ്റ് മൾട്ടിപ്പിൾ ഫുഡ് ലോ ആൻഡ് എസ്റ്റാബ്ലിഷ് സിംഗിൾ റെഗുലേറ്ററി ബോഡി ഫോർ ദ ഫുഡ് സേഫ്റ്റി. അതായത് ഫുഡ് സേഫ്റ്റിക്ക് ഇതിന് മുന്നേ ആയിട്ട് ഒരുപാട് ആക്ട്, അതായത് മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ് ആക്ട്, അതുപോലെ തന്നെ ആ എല്ലാ ആക്റ്റും ജോയിൻ ചെയ്തിട്ട്, അതായത് പിന്നെ കമ്പൈൻ ചെയ്തിട്ട് ഫോർമുലേറ്റ് ചെയ്തതാണ് FSSAI ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഈ എല്ലാ മൾട്ടിപ്പിൾ ഫുഡ് ലോസിനെയും പിന്നെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ റെഗുലേറ്ററി ബോഡി ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് FSSAI ആക്ടിൻ്റെ, അതായത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോർമുലേറ്റ് ചെയ്യാനുള്ള മേജർ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 45th ക്വസ്റ്റ്യൻ ആണ്. 45th ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ആസ് പെർ ദ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് ലോ ആൽക്കഹോളിക്
ബീവറേജസിൻ്റെ റെഗുലേഷൻ പ്രകാരം ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഇൻ ലോ ആൽക്കഹോളിക് ബീവറേജസ്, ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ് ലോ ആൽക്കഹോളിക് ബീവറേജസിൽ 20 ഡിഗ്രി സെൽഷ്യസിൽ എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ആൻസർ വരുന്ന 0.5 to 8% ആണ്. അപ്പോൾ നമുക്കറിയാം ബിയറൊക്കെ ബോട്ടിൽസൊക്കെ കണ്ടവർക്കറിയാം മാക്സിമം 8% മാത്രമാണ് ബിയറിൽ അലോഡ് ആയിട്ടുള്ളത്. അപ്പോൾ 0.5 to 8% ആണ് കറക്റ്റ് ആൻസർ. 10% വരില്ല, 5 അല്ല 8 വരെ ഉണ്ട്. ഇത് രണ്ട് തെറ്റാണ്. അപ്പോൾ 10% വരെ പോകാനും പാടില്ല. അപ്പോൾ 0.5 to 8% ആണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഒരു വൈഡ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഏത് കോൺസെൻട്രേഷൻ വേണമെന്ന് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് 46th ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഇതൊരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഫോർട്ടിഫൈഡ് ഓയിലിൽ വൈറ്റമിൻ ഡിൻ്റെ കണ്ടൻറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 0.11 to 16 മൈക്രോഗ്രാം പെർ ഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് സെക്ഷൻ കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി? കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി വരുന്നത് ഏത് സെക്ഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം സെക്ഷൻ 31 ആണ് കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി വരുന്നത്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസ് വരുന്നത് 46. അതുപോലെ തന്നെ കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി വരുന്നത് സെക്ഷൻ 31 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കീ ഇനീഷ്യേറ്റീവ് ഓഫ് FSI? FSIയുടെ കീ ഇനീഷ്യേറ്റീവ് താഴെ പറഞ്ഞിരിക്കുന്നതിൽ FSIയുടെ കീ ഇനീഷ്യേറ്റീവ് എന്താണ്? നമുക്ക് എല്ലാവർക്കും പറയുന്നത് ഈറ്റ് റൈറ്റ് ഇന്ത്യ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, FSI ഇഷ്യൂ ലൈസൻസ് അണ്ടർ വിച്ച് സെക്ഷൻസ്? FSI ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ അണ്ടർ വിച്ച് സെക്ഷൻ ഫുഡ് കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി ചെയ്യുന്നത് സെക്ഷൻ 30 ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ലൈസൻസ് വരുന്നത് 31 ആണ്. സോ ലൈസൻസ് അണ്ടർ വിച്ച് സെക്ഷൻ? അപ്പോൾ ഇഷ്യൂ ലൈസൻസ് അണ്ടർ വിച്ച് സെക്ഷൻ? അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സെക്ഷൻ 31 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഹൗ മെനി പ്രിൻസിപ്പിൾ ഓഫ് FSSAI എക്സിസ്റ്റ്? അപ്പോൾ HACCPക്ക് എത്ര പ്രിൻസിപ്പിൾ ആണ് ഉള്ളതാണ്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം HACCP ഹാവിങ് 7 പ്രിൻസിപ്പിൾ. ഓക്കെ, 7 പ്രിൻസിപ്പിളാണ് HACCPക്ക് ഉള്ളത്. അതുപോലെ തന്നെ 12 സ്റ്റെപ്പാണുള്ളത്. ഓക്കെ, 12 സ്റ്റെപ്പിൽ ആദ്യത്തെ 5 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ആറാമത്തെ സ്റ്റെപ്പ് തൊട്ടിട്ട് 12ാമത്തെ സ്റ്റെപ്പ് വരെയുള്ള ഓരോ സ്റ്റെപ്പും ഓരോ പ്രിൻസിപ്പിളാണ്. ഓക്കെ, സോ നെക്സ്റ്റ് 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ലെവൽ ഓഫ് അവൈലബിൾ ക്ലോറിൻ കണ്ടന്റ് ഇൻ വാട്ടർ യൂസ് ഫോർ സാനിറ്റൈസേഷൻ ഓഫ് യൂട്ടൻസിൽസിലൊക്കെ സാനിറ്റൈസേഷന് വേണ്ടിയിട്ട് ക്ലോറിൻ യൂസ് ചെയ്യുന്ന ക്ലോറിൻ്റെ മാക്സിമം ലിമിറ്റ്. ഇപ്പോൾ ക്ലോറിൻ്റെ 2 വാല്യൂ ചോദിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലോറിൻ്റെ എമൗണ്ട് വെച്ചാൽ 200 ppm ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വന്നത് വിച്ച് ഈസ് ദ 4th D ഓഫ് പെസ്റ്റ് കൺട്രോൾ? പെസ്റ്റ് കൺട്രോളിലെ 4th D എന്തിനെയാണ് റെപ്രസെൻറ്റ്? ടു ഡിസ്ട്രോയ് ആണ്. ഓക്കെ, so the next one, which of the following doesn't comes under new product or new market flag program? അപ്പോൾ ഇതിൽ ന്യൂ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ന്യൂ മാർക്കറ്റ് ഫ്ലാഗ് പ്രോഗ്രാമിൽ വരാത്തത് ഏത് പ്രൊഡക്റ്റ് ആണെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കറി ലീവ്സ് ആണ്. ഓക്കെ, ന്യൂ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ന്യൂ മാർക്കറ്റ് ടാഗിൽ വരാത്തത് കറി ലീവ്സ് ആണ്. ടാമറിൻ്റെ ഐസ് ആപ്പിളും അതുപോലെ തന്നെ ഡ്രൈഡ് പോമഗ്രാനൈറ്റ് ഒക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് 54th ക്വസ്റ്റ്യൻ, അതിൽ ഇവാപറേറ്റഡ് മിൽക്കിലത്തെ ഫാറ്റ് കണ്ടൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിനിമം മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ് ഇൻ ഇവാപറേറ്റഡ് മിൽക്ക്. അപ്പോൾ ഇവാപറേറ്റഡ് മിൽക്കിലത്തെ മിനിമം ഫാറ്റ് പെർസെൻറ്റേജ് കഴിഞ്ഞാൽ സ്കിംഡ് അല്ല, അപ്പം ഡയറക്റ്റ് ഇവാപറേറ്റഡ് മിൽക്കാണ് ചോദിച്ചത്. ഇവാപറേറ്റഡ് ഹൈ ഫാറ്റ് മിൽക്കാണ് ചോദിച്ചത്. അപ്പോൾ അതിലത്തെ ഫാറ്റ് കണ്ടൻറ്റ് വെച്ചാൽ 15% ആണ്. ഓക്കെ, 15% ഫാറ്റ് കണ്ടന്റ് ആണുള്ളത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഷ് സ്പീഷീസ് ഹാവ് പൊട്ടൻഷ്യൽ കോസ് ഹിസ്റ്റമിൻ പോയ്സണിങ്? ഇപ്പോൾ ഹിസ്റ്റമിൻ പോയ്സണിങ് കോസ് ചെയ്യാൻ പോസിബിലിറ്റി ഇല്ല ഫിഷ് സ്പീഷീസ് ഏതാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. അപ്പോൾ ഇതിൽ എല്ലാ ഓർഗാനിസം പിന്നെ ഈ ഹിസ്റ്റമിൻ പോയ്സണിങ് കോസ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 56th ക്വസ്റ്റ്യൻ ആണ്.
അതിൽ അക്കോർഡിംഗ് ടു FSSAI ദ ക്വാണ്ടിറ്റി ഓഫ് കാർബണേറ്റഡ് വാട്ടർ to be sent to the food analyst for testing and analysis. കാർബണേറ്റഡ് വാട്ടർ എത്രയാണ് പിന്നെ ടെസ്റ്റിങ്ങിനും അനാലിസിസിനും സെൻഡ് ചെയ്യുന്നത്, അതിന് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്നാണ്. അപ്പോൾ അതിൽ 2 ലിറ്ററാണ് സാധാരണ പിന്നെ ടെസ്റ്റിങ്ങിനും നമ്മൾ സെൻഡ് ചെയ്യുന്ന വാട്ടർ സാമ്പിളിൻ്റെ ക്വാണ്ടിറ്റി വെച്ചാൽ 2 ലിറ്റേഴ്സാണ്. സോ നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ദ റെഗുലേഷൻ 2016 റെഗുലേഷൻ പ്രകാരം ഹെൽത്ത് സപ്ലിമെൻറ്റ് മസ്റ്റ് നോട്ട് ക്ലെയിം ടു. അപ്പോൾ അതിൽ ആൻസർ ഹെൽത്ത് സപ്ലിമെൻറ്റിൽ ഇതിൽ ഏത് ക്ലെയിമാണ് കൊടുക്കാൻ പറ്റാത്തതെന്നാണ് അപ്പോൾ അതിൽ പ്രിവെൻറ്റ് ഓർ ക്യൂർ ഡിസീസ് എന്നുള്ളൊരു ക്ലെയിം നമുക്ക് ഒരു സപ്ലിമെൻറ്റിലും കൊടുക്കാൻ വേണ്ടി പാടില്ല. പ്രൊവൈഡ് എനർജി കൊടുക്കാം, കണ്ടെയ്ൻ വൈറ്റമിൻസ് കൊടുക്കാം, ബൂസ്റ്റ് മെറ്റബോളിസം കൊടുക്കാം. ഇതൊക്കെ വൈറ്റമിൻ ഉണ്ടെങ്കിൽ മെറ്റബോളിസം കൂടും, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ആ ഒരു ഹെൽത്ത് സപ്ലിമെൻറ്റ് കഴിച്ചുകൊണ്ട് ഡിസീസ് മാറുന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, ക്യൂർ ഡിസീസ് എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ക്ലെയിമാണ് കൊടുക്കാൻ വേണ്ടി പാടില്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ് 58th ക്വസ്റ്റ്യൻ. നോവൽ ഫുഡ് അണ്ടർ 2016 റെഗുലേഷൻ റെഫേഴ്സ് ടു ഫുഡ് ദാറ്റ്. ഇപ്പോൾ നോവൽ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ട് 2016 FSSAI റെഗുലേഷൻ പ്രകാരം നോവൽ ഫുഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് 58ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോ സിഗ്നിഫിക്കൻറ്റ് ഡു നോട്ട് ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഹിസ്റ്ററി ഓഫ് കൺസംഷൻ ഇൻ ഇന്ത്യ. അതിനെയാണ് അത് ഇന്ത്യയിൽ ഇതിനു മുമ്പ് കൺസ്യൂം ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇതുവരെ യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ അധികം പ്രാബല്യത്തിലില്ലാത്ത ഒരു ഫുഡിനെയാണ് പിന്നെ നോവൽ ഫുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വെൻ ഇസ് എ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ? ഇപ്പോൾ നമുക്ക് അവസാനം റീസെൻ്റ്ലി കഴിഞ്ഞതാണ്. അപ്പോൾ പത്രമൊക്കെ നോക്കി അവർക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ജൂൺ 11 വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ വരുന്നത്. സോറി, ഇതിൽ ഓപ്ഷൻ ഇതിൽ കൊടുത്ത തെറ്റാണ് സത്യം പറഞ്ഞാൽ. ഓപ്ഷൻ ജൂൺ 7 ആണ് കേട്ടോ, മിസ്റ്റേക്ക്. ജൂൺ 7 വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ വരുന്നത്. ഫുഡ് ഡേ ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ വരുന്നത് പിന്നെ ജൂൺ 6. ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞതാണ് ജൂൺ 7. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമുക്ക് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ മെയ്യും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് തോന്നുന്നു ഓപ്ഷൻ. ഓക്കെ, അപ്പം ജൂൺ 7 വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കും, കാരണം ഇത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവരെന്തെങ്കിലും ഓപ്ഷൻ തെറ്റിച്ച് കൊടുത്തതെന്ന് അറിയില്ല. ഓക്കെ, so next one, as per food safety standard guidelines, consumption of which part of allium sativum is not recommended during pregnancy. ഇതിൽ പ്രഗ്നൻസിൻ്റെ സമയത്ത് റെക്കമെൻഡ് ചെയ്യാത്ത ഏത് പാർട്ടാണ്? അതായത് നമ്മുടെ അലിയം സറ്റൈവ് എന്ന് വെച്ചാൽ ഒനിയനെയാണ് പറയുന്നത്. ഓക്കെ, ഒനിയൻ്റെ ഏത് പാർട്ടാണ് പ്രഗ്നൻസിൻ്റെ സമയത്ത് റെക്കമെൻഡ് ചെയ്യാത്തതെന്നാണ്. അപ്പോൾ അതിൻ്റെ ബൾബ്, ഒനിയൻ ബൾബാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോറി, അതിൻ്റെ ആൻസർ ഒനിയൻ റൂട്ടാണ് കേട്ടോ. ഒനിയൻ ബൾബ് എന്ന് വെച്ചാൽ ഒനിയൻ, അതായത് ബൾബ് എന്ന് പറഞ്ഞാൽ ഒനിയൻ്റെ ആ ഒരു അലിയം സറ്റൈവത്തിൻ്റെ എന്താ പറയുക, ബൾബ് എന്ന് പറഞ്ഞ ഒനിയനെയാണ് ബൾബ് എന്ന് പറയുന്നത്. അതിൻ്റെ റൂട്ടാണ് റെക്കമെൻഡ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, നോട്ട് റെക്കമെൻഡ് ഡ്യൂറിങ്. അതായത് നമ്മൾ ചിലപ്പോൾ ഈ ഒനിയൻ ഹോൾ ഒനിയനായിട്ട് കൺസ്യൂം ചെയ്യും. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി കൺസേൺ, അതിൻ്റെ ലീഫ് ഉണ്ട്. അപ്പോൾ സ്പ്രിങ് ഒനിയൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലീഫി പോർഷൻസ് ഉണ്ട്. അപ്പോൾ അടിയിലത്തെ ആ ഒരു റൂട്ടായിട്ടുള്ളത് ഹോൾ ഒനിയൻ നമ്മൾ സാധാരണ ഈ ചില സ്ഥലത്തൊക്കെ പിന്നെ നോർത്ത് ഈസ്റ്റ്
ഏരിയയിലൊക്കെ അവർ ഹോൾ ഓനിയൻ അങ്ങനെ തന്നെ പിന്നെ കറീസിലൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ലീഫ് റൂട്ടായിട്ടുള്ള ആ ഒരു പോർഷൻസ് സേഫ്റ്റി കൺസേൺ പ്രകാരം പിന്നെ എന്താ അലൗഡ് അല്ല. ഓക്കെ, അപ്പോൾ ഒനിയൻ റൂട്ട് ഈസ് നോട്ട് പെർമിറ്റഡ് ആസ് പെർ FSSAI സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇതിന് ആൻസർക്ക് എന്താ വരുന്നതെന്ന് അറിയില്ല, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് safe for consumption. Okay, so which of the following is not major product which exported in organic sector according to APEDA? അപ്പേഡയുടെ ഇതിൽ ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും കോമൺലി എക്സ്പോർട്ട് ചെയ്യാത്തതായിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം മാംഗോ പൾപ്പാണ് നോട്ട് കോമൺലി എക്സ്പോർട്ടഡ് ഇൻ ദ ഓർഗാനിക് സെക്ടേഴ്സ് പ്രകാരം എക്സ്പോർട്ട് ചെയ്യാത്തതിനുള്ളൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ എല്ലാം ഒരുപാട് പെസ്റ്റിസൈഡൊക്കെ യൂസ് ചെയ്ത് ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നത് മാംഗോയിലാണ്. അപ്പോൾ അതിൻ്റെ പൾപ്പ് കണ്ടൻറ്റ് പൾപ്പ് കണ്ടൻറ്റിൽ ഒരു പെസ്റ്റിസൈഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഗാനിക് പിന്നെ അത് ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് വളരെ കൂടുതലുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഓർഗാനിക് സെക്ടർ മാംഗോ ഒരുപാട് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം കിങ് ഓഫ് ഫ്രൂട്ടാണ്, ഇന്ത്യയിൽ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാംഗോ. പക്ഷേ ആസ് പെർ ദ ഓർഗാനിക് സെക്ടർ അല്ലെങ്കിൽ ഓർഗാനിക് ഫുഡ് എന്ന ലാബിൽ നമ്മൾ മാംഗോ അധികം എക്സ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഇവാപറേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഡീഹൈഡ്രേഷൻ ഇൻ ദ സെൻസ് ദാറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ് വി ഗെറ്റ് തിക്ക് ലിക്വിഡ് ആൻഡ് ദ ഫുഡ് പ്രൊഡക്ട്സ് റിമൈൻസ് ഇൻ ഡാഷ് സ്റ്റേജ്. അപ്പോൾ ഇവാപറേഷൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ നമുക്ക് ലിക്വിഡ് ഏത് സ്റ്റേജിലാണ് ഉണ്ടാവുക, ആ ഒരു പ്രൊഡക്ട്സ് തിക്ക് ലിക്വിഡ് റിമൈൻസ് ലിക്വിഡ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവുക. കാരണം അത് പിന്നെ ഇവാപറേഷൻ്റെ സമയത്ത് നമ്മൾ ഡീഹൈഡ്രേഷനെ പോലെ പൗഡർ ആക്കുന്നില്ല. സോ ദ ഫൈനൽ സ്റ്റേജസ് ഇൻ ലിക്വിഡ് അല്ലെങ്കിൽ പിന്നെ തിക്ക് ലിക്വിഡ് അല്ലെങ്കിൽ സെമി ലിക്വിഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവാപറേറ്റഡ് മിൽക്ക് നമുക്കറിയാം അത് ലിക്വിഡ് ഫോമിൽ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, സം പ്രൊഡക്റ്റ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് സെമി ലിക്വിഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. സോ 63ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ അപ്രൂവൽ ഓഫ് നോവൽ ഫുഡ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നോവൽ ഫുഡ്സ് അപ്രൂവ് ചെയ്യുന്നത് വേറെ ആരുമല്ല, FSSAI തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, ഓൺ 30th April 2025 FSSAI ലോഞ്ച് ന്യൂ ഡിജിറ്റൽ യൂട്ടിലിറ്റി എയിംഡ് അറ്റ്. ന്യൂ ഡിജിറ്റൽ യൂട്ടിലിറ്റി എന്തിനാണ് ടാർഗറ്റ് ചെയ്തത്? അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് റിപ്പോർട്ട് മിസ്ലീഡിങ് ക്ലെയിംസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ FSSAI enable consumer to report misleading claims on food labelsനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പിന്നെ അത് റിലീസ് ചെയ്തത് 30th April 2025. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് APEDA ആക്ട്, വാട്ട് ഈസ് ദ മാൻഡേറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹൗ മെനി പ്രൊഡക്ട്സ്? ഓക്കെ, അപ്പോൾ എത്ര പ്രൊഡക്റ്റാണ് പിന്നെ ഈ APEDA ആക്ടിൻ്റെ അണ്ടറിൽ മെയിനായിട്ട് വരുന്നത്? ഏതൊക്കെ? അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അണ്ടറിൽ മെയിനായിട്ട് വരുന്ന എത്ര നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ആണുള്ളത്? 19 പ്രൊഡക്ട്സ് ആണുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് എ ജനറൽ ഹസാർഡ് ഇൻ ഫുഡ് ലബോറട്ടറി? ഇപ്പോൾ ഇതിൽ ഫുഡ് ലബോറട്ടറിയിൽ വരുന്ന ജനറൽ ഹസാർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓപ്ഷൻ ടൈപ്പാണ്. യൂസ് ഓഫ് സ്റ്റെറൈൽ ഗ്ലൗസ്, സ്ലിപ്പറി ഫ്ലോർസ്, ഫുഡ് കണ്ടാമിനേഷൻ, യൂസിങ് സേഫ്റ്റി ഗോഗിൾസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺലി സ്ലിപ്പറി ഫോൾസ് ആണ്. ഓക്കെ, ഓൺലി 2, അതായത് സ്ലിപ്പറി ഫോൾസ് ആണ് ഹസാർഡസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ സ്റ്റെറൈൽ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, പിന്നെ സ്ലിപ്പറി ഫ്ലോർ ആകുമ്പോൾ അവിടെ ഒരു ഹസാർഡസ് ആണ്. അതായത് പിന്നെ ലബോറട്ടറിയിൽ നമുക്ക് ഫുഡ് കണ്ടാമിനേഷൻ ഉള്ളൊരു സാധനം വരുന്നില്ല. ഓക്കെ,
അപ്പോൾ അത് നമ്മൾ തെറ്റിദ്ധരിക്കും ഇതിൽ. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് എഴുതാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലബോറട്ടറിയിൽ സ്ലിപ്പറി ഫ്ലോറാണ് അവിടുത്തെ ഹസാർഡസ് ആയിട്ടുള്ള കാര്യം. കാരണം ലബോറട്ടറിയിൽ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുകയോ പ്രോസസ്സ് ചെയ്യുന്നില്ല, അപ്പോൾ ഫുഡ് കണ്ടാമിനേഷൻ വരില്ല. സേഫ്റ്റി ഗോഗിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, സ്റ്റെറൈൽ ഗ്ലൗസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ സ്ലിപ്പറി ഫ്ലോർ ആണെങ്കിൽ അവിടെ ഹസാർഡസ് ആണ്. അപ്പോൾ ഓൺലി ബി ആണ് വരിക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഇസ് ലബോറട്ടറി സാമ്പിൾ ഹാൻഡ്ലിങ്? ഇപ്പോൾ ലബോറട്ടറി സാമ്പിൾ ഹാൻഡ്ലിങ്ങിൽ പിന്നെ ഡോക്യുമെൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ആൻസറായിട്ട് വരുന്നത് ബി ആണ്, ഓൺലി 2. അതായത് ഇറ്റ് എൻഷുവർ റെഗുലേറ്ററി ട്രേസബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അത് വെയിറ്റ് ഇറ്റ് ഇൻക്രീസ് വെയിറ്റ് സാമ്പിൾ വരില്ല. അതുപോലെ തന്നെ ഇറ്റ് സ്പീഡ് അപ്പ് ദി അനാലിസിസ് പ്രോസസ്സും വരില്ല. ഇറ്റ് ഈസ് ഓൺലി റിക്വയർഡ് ഫോർ ഫുഡ് സാമ്പിൾസ്, അതും വരില്ല. അപ്പോൾ അതിൽ ആൻസറായിട്ട് വരുന്നത് ഇതാണ്. അപ്പോൾ ഓൺലി 2 ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ഫുഡ് ഇമ്പോർട്ടൻറ്റ് ക്ലിയറൻസ് സിസ്റ്റം implemented by FSSAI is most accurate in context of import control and regulatory compliance? അപ്പോൾ ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. The FICS Food Import Clearance System, which integrate with the customs IC gate system and mandate risk-based sampling and inspection by authorized officers of FSSAI before the clearance. അപ്പോൾ അതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരും. നമുക്ക് വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ റഫറൻസ് ലബോറട്ടറി NRLs under FSSAI are mainly responsible for നാഷണൽ റഫറൽ ലബോറട്ടറി. ഇതിൽ അവരുടെ മെയിൻ ഫങ്ഷൻ എന്താണെന്നാണ് ഓപ്ഷൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് കോർഡിനേറ്റിംഗ് ദ ഫങ്ഷനിങ് ഓഫ് റഫറൽ ലബോറട്ടറി ആൻഡ് മെത്തേഡ് സ്റ്റാൻഡർഡൈസേഷൻ. അതാണ് പിന്നെ നാഷണൽ ലബോറട്ടറിയുടെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ ഓൺലി 1 ആണ് അതിൽ കറക്റ്റായിട്ട് വരുന്നത്. ഓൺലി അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 17th ക്വസ്റ്റ്യൻ ആണ്. സോ വിച്ച് ഈസ് ദ ബെസ്റ്റ് വേ ടു ഡിസ്പോസ് കെമിക്കൽ വേസ്റ്റ്? ഇതിൽ കെമിക്കൽ വേസ്റ്റിന് ഏറ്റവും ലബോറട്ടറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കെമിക്കൽ വേസ്റ്റിനെ ഏറ്റവും ഈസി ആയിട്ട് പിന്നെ ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഫോളോ ഇൻസ്ട്രക്ഷണൽ ഹസാർഡസ് വേസ്റ്റ് ഡിസ്പോസൽ പ്രോട്ടോക്കോൾ ആണ്. ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ലബോറട്ടറി ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഹസാർഡസ് മെറ്റീരിയൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവും. അപ്പോൾ ആ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്താൽ മാത്രമേ അവർക്ക് NABL അക്രഡിറ്റേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ, സോ വി ഹാവ് ടു ഫോളോ ദ ഇൻസ്ട്രക്ഷൻ which is given in this bottle or as per the chemical disposal മെത്തഡോളജി പ്രകാരം അതിലൊരു പ്രോട്ടോക്കോൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രോട്ടോക്കോൾ ഫോളോ ചെയ്തിട്ട് വേണം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ അത് അവിടെ ഇവിടെ മിക്സ് ചെയ്തിട്ട് സിംഗിളൊന്നും ഒഴിച്ചു കൊണ്ട് കളയാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 71st ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ട്രേസബിലിറ്റി ഇൻ മെഷർമെൻറ്റ്. അപ്പോൾ അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ലിങ്കിങ് മെഷർമെൻറ്റ് റിസൾട്ട് ടു നാഷണൽ ഓർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ത്രൂ അൺബ്രോക്കൺ ചെയിൻസ് ഓഫ് കമ്പാരിസൺ. അതാണ് പിന്നെ ട്രേസബിലിറ്റി ഇൻ മെഷർമെൻറ്റിൻ്റെ പിന്നെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നാഷണൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുമായിട്ട് പിന്നെ കമ്പയർ ചെയ്തിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് ട്രേസബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലബോറട്ടറി അണ്ടർ FSSAI. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ലബോറട്ടറി അണ്ടർ FSSAI ആയിട്ട് റിലേറ്റ് ചെയ്ത കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. അപ്പോൾ ഇതിൽ
FSI classify laboratory into primary, referral and national laboratory. കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പ്രൈമറി ലബോറട്ടറി ഉണ്ട്, നാഷണൽ ലബോറട്ടറി ഉണ്ട്, റെഫറൽ ലബോറട്ടറി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. How long should a legal sample be stored after the completion of analysis in a ജനറൽ റെഗുലേറ്ററി പേഷ്യൻസ്? അതായത് നമ്മൾ അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം എത്ര കാലം സാമ്പിൾസ് അവിടെ കീപ്പ് ചെയ്യണമെന്നാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അൺടിൽ ദ കേസ്, അത് കേസ് ക്ലോസ് ചെയ്യുന്നത് വരെ, കേസ് ക്ലോസ് ചെയ്യുന്ന നേരം നമ്മൾ ആ സാമ്പിൾ അവിടെ കീപ്പ് ചെയ്യണമെന്നാണ് പറയാറ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് റിഫ്ലക്ട് ദി റിക്വയർമെൻറ്റ്സ് ആൻഡ് റെക്കഗ്നൈസേഷൻ hierarchy among NABL, APLAC and ILAC in context of laboratory accreditation for food testing and food testing under FSSAI. അപ്പോൾ അതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് NABL ഈസ് എ സിഗ്നേറ്ററി ടു ബോത്ത് APLAC ആൻഡ് ILAC മ്യൂച്വൽ റെക്കഗ്നൈസേഷൻ അറേഞ്ച്മെൻറ്റ് എൻഷുറിങ് ഇൻ്റർനാഷണൽ ഇക്വലൻസ് ഓഫ് അക്രഡിറ്റഡ് ലബോറട്ടറി. അപ്പോൾ അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് 75th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ വരുന്നത്, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്സ് വെൻ എ ലബോറട്ടറി റിസീവ്സ് എ ലീഗൽ സാമ്പിൾ? അപ്പോൾ ലീഗൽ സാമ്പിൾ റിസീവ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതായത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ 75th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ടു വെരിഫൈ ആൻഡ് രജിസ്റ്റർ ദ സാമ്പിൾസ് ഇൻ ദ ലാബ് രജിസ്ട്രി. അപ്പോൾ ആദ്യം സാമ്പിൾ അവിടെ റിസീവ് ചെയ്തതിന് ശേഷം റിസീവിങ് ബ്ലോക്കിൽ വെരിഫൈ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ഡയറക്റ്റ് അതെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യാനൊന്നും പാടില്ല. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈം ഈസ് എസെൻഷ്യൽ ഫോർ ദ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ? PCR വരുന്ന ഏത് എൻസൈം, ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള എൻസൈം ഏതാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ടാക് പോളിമറൈസ് ആണ്. തെർമസ് അക്വാറ്റിക്കസ് എന്നുള്ളൊരു ഓർഗാനിസത്തിൽ നിന്ന്, അതായത് ഹോട്ട് സ്പ്രിങ്ങിൽ കാണപ്പെടുന്ന ഒരു ഓർഗാനിസത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന എൻസൈമാണ് ടാക് പോളിമറൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, ഇൻ റിവേഴ്സ് ഫേസ് high performance liquid chromatography HPLC, what is the most likely cause of peak tailing when analyzing basic compound? ബേസിക് കോമ്പൗണ്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് പീക്ക് ടെയിലിംഗ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് സിലാനോൾ ഗ്രൂപ്പ്സിൻ്റെ ഇൻട്രാക്ഷൻ വഴിയാണ്. അത് ആ ഒരു ഗ്രൂപ്പ് സിലാനോൾ സിലിക്കും അതുപോലെ തന്നെ ആ ഒരു സിലിക്ക കോളംസ്, CAT കോളംസ് ഒക്കെയാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ. അപ്പോൾ ആ സിലാനോൾ ഗ്രൂപ്പ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ലാഗിങ് സംഭവിക്കും. അപ്പോൾ പീക്ക് ടെയിലിംഗ് ഉണ്ടാവുക ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ why fluorescence spectroscopy is generally more sensitive than UV visible absorbance spectroscopy? അപ്പോൾ ഈ ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിനേക്കാളും ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് പറയാൻ കാരണമായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫ്ലൂറസെൻസ് can only be used for colored compounds, making it more selective. അപ്പോൾ അത് കളേർഡ് കോമ്പൗണ്ട്സിന് വേണ്ടി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് മോർ സെലക്റ്റീവ് ആവുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെഷർ ഓഫ് ഹൗ ക്ലോസ് ഈസ് ദ ഡാറ്റ ടു ദി ആക്ച്വൽ വാല്യൂ? ആക്ച്വൽ വാല്യൂം ഡാറ്റയും തമ്മിലുള്ള ആ ക്ലോസ്നെസ്സിനെ പിന്നെ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്ന ടേം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അക്യുറസിയാണ്. അതായത് ഡാറ്റയും അതുപോലെ തന്നെ പിന്നെ ആക്ച്വൽ വാല്യൂ അത്രയും ക്ലോസ് ആണെങ്കിൽ ഇറ്റ്സ് മോർ അക്യുറേറ്റ് ആണെന്നാണ് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അക്യുറസിയും പ്രിസിഷനും തമ്മിലുള്ളൊരു ഡൗട്ട് വരും ചില ആൾക്കാർക്ക്. പക്ഷേ ആൻസർ ചെയ്യുന്നത്
അക്യുറസിയാണ്. ഓക്കെ, നെക്സ്റ്റ് 80th ക്വസ്റ്റ്യൻ. What type of sampling may be performed by food processors or buyers before receiving material from supplier? അതായത് പിന്നെ അപ്പോൾ ബയേഴ്സ് സപ്ലയറിന് പിന്നെ എന്താണ് മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ഏത് ടൈപ്പ് സാമ്പിളിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ആണ്. ഓക്കെ, അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ആണ്. നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ഓഫ് വാട്ടർ ഇൻ ഫുഡ്. ഇതിൽ വാട്ടറിൻ്റെ ഫോം അല്ലാത്തത് ഏതാണെന്നാണ് ഫുഡിൽ. അപ്പോൾ ഫുഡിൽ ഒരുപാട് ഫോമിൽ വാട്ടർ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വാട്ടർ ഈ ഒരു പർട്ടിക്കുലർ ഫോമിൽ മാത്രം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതിൽ ഫ്രീ വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ അഡ്സോർബ്ഡ് വാട്ടർ ഉണ്ടാവും ഫുഡ് പ്രൊഡക്ട്സിൽ, അതുപോലെ തന്നെ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ഉണ്ടാവും. വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ഉണ്ടാവില്ല, സർഫസ് വാട്ടർ. അപ്പോൾ വാട്ടർ ഓഫ് ഹൈഡ്രേഷനാണ് പിന്നെ എന്താണ് ഇതിൽ ഫുഡിൽ കാണപ്പെടാത്ത ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ രാമൻ സ്പെക്ട്രോസ്കോപ്പി ദ രാമൻ ഇഫക്റ്റ് അറൈസസ് ഡ്യൂ ടു ദ അബ്സോർപ്ഷൻ ഓഫ് photons by electrons in the molecular. അതിൽ ഇൻ രാമൻ സ്പെക്ട്രോസ്കോപ്പി ദ രാമൻ ഇഫക്റ്റ് അറൈസസ് ഡ്യൂ ടു ഏതൊക്കെയാണ്? അബ്സോർപ്ഷൻ ഓഫ് ഫോട്ടോൺസ് ബൈ ഇലക്ട്രോൺസ് ഇൻ ദ മോളിക്യൂൾ ആണോ, അല്ല ഇലാസ്റ്റിക് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ മോളിക്യൂൾസ് ആണോ, അല്ല ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് കോസസ് ചേഞ്ചസ് ഇൻ വൈബ്രേഷൻ എനർജി ആണോ, അല്ല എമിഷൻ ഓഫ് ഫോട്ടോൺസ് ആഫ്റ്റർ എക്സൈറ്റിംഗ് ഇൻ ടു എ ഹയർ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആണോ? അപ്പോൾ അതിൽ ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് കോസിങ് ചേഞ്ചിങ് വൈബ്രേഷൻ എനർജിയാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ബിയർ-ലാംബാർട്സ് ലോ ദ അബ്സോർബൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അബ്സോർബൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ അബ്സോർബിങ് സ്പീഷീസ് ആൻഡ് പാത്ത് ലെങ്ത് ആണ്. അപ്പം പാത്ത് ലെങ്ത്തിനും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് അബ്സോർബൻറ്റ് സ്പീഷീസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 84th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് വിസ്കോമീറ്റേഴ്സ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ വിസ്കോസിറ്റി ഓഫ് ലോ വിസ്കോസിറ്റി ലിക്വിഡ് സച്ച് ആസ് വാട്ടർ ആൻഡ് സോൾവെൻറ്റ്? അപ്പോൾ അതിൽ പിന്നെ ആൻസറായിട്ട് വരുന്നത് കാപ്പിലറി വിസ്കോമീറ്ററാണ്. ഓപ്ഷൻ സി കാപ്പിലറി വിസ്കോമീറ്ററാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. If there is uniform shrinkage in all directions of the food material, it is referred to as. എല്ലാ ഭാഗത്തു നിന്ന് യൂണിഫോം shrinkage ഉണ്ടെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഓക്കെ, it is referred to as. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഐസോടോപ്പിക്. എല്ലാ ഭാഗത്തും യൂണിഫോം shrinkage ഇല്ല, അതിന് ഐസോടോപ്പിക് shrinkage എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ SI യൂണിറ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി. അപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് പറയുന്നത് പാസ്കൽ സെക്കൻഡ് ആണ്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം പാസ്കൽ സെക്കൻഡ് ആണ് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ്. നെക്സ്റ്റ് 87th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പോണൻറ്റ് ഇൻ മാസ് സ്പെക്ട്രോമീറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ സെപ്പറേറ്റിംഗ് അയോൺ ബേസ്ഡ് ഓൺ ദെയർ മാസ് ടു ചാർജ് റേഷ്യോ? അപ്പോൾ മാസ് ടു ചാർജ് റേഷ്യോ വെച്ചിട്ട് ഇപ്പം GCMS ആണെങ്കിലും അതുപോലെ തന്നെ LCMS ആണെന്നെങ്കിലും അതിലൊക്കെ മാസ് ടു ചാർജ് റേഷ്യോ വെച്ചിട്ട് ICP-MS ആണെങ്കിലും മാസ് ടു ചാർജ് റേഷ്യോ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മാസ് അനലൈസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആസ് എ ഡിറ്റക്ടർ ഇൻ സ്ട്രോങ് ആസിഡ് ബേസ് ടൈട്രേഷൻ? സ്ട്രോങ് ആസിഡ് ബേസ് ടൈട്രേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിനോഫ്താലിനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻ ടെക്സ്ചർ അനലൈസിസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ് ഇസ് ദ മോസ്റ്റ് കോമൺലി മെഷർഡ് ഡ്യൂറിങ് കമ്പാരിസൺ ടെസ്റ്റ് യൂസിങ് എ ടെക്സ്ചർ അനലൈസർ? അപ്പം അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഫോഴ്സ് വേഴ്സസ് ഡിസ്റ്റൻസ് കർവ് വെച്ചിട്ടാണ് നമ്മളതിനെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്
അപ്പോൾ എത്ര ഫോഴ്സ് യൂസ് ചെയ്യുന്നതാണ് അതിൽ നമ്മൾ പറയും. ഓക്കെ, നെക്സ്റ്റ് which of the following step is essential to ensure accuracy in a gravimetric analysis. അപ്പോൾ ഗ്രാവിമെട്രിക് അനാലിസിസിൻ്റെ അക്യൂറസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, വെയ്റ്റ് precipitate to constant mass. അതാണ്. അപ്പോൾ ഫിൽട്രേഷൻ, ഡ്രൈയിങ് ആൻഡ് വെയിങ് ദ precipitate to the കോൺസ്റ്റന്റ് മാസ്. അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ സി. നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് എ ഇൻഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ. ഇത് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലാത്തത് എന്താണെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ സി ആണ്, ഓൺലി 3, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് 92ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ വർക്ക് ഓഫ് യുവൽ നോ ഹറായ്. അത് ഇയാളുടെ വർക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വർക്ക് ഓഫ് യുവൽ നോ ഹറായ്, ഇയാളുടെ വർക്ക് ഇതിൽ ഏതാണെന്നാണ്. അപ്പോൾ ഇതിൽ 92nd ക്വസ്റ്റ്യനിൽ പിന്നെ നമുക്കിതിൽ കണ്ടാൽ മനസ്സിലാവും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് ഹോമോ ഡൂസ്, അതായത് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടുമാറോ. അതുപോലെ തന്നെ ഓപ്ഷൻ 3 എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. അതുപോലെ തന്നെ പിന്നെ 21 ലെസൺസ് ഫോർ ദി 21st സെഞ്ച്വറി. ഇത് മൂന്നുമാണ് അയാളുടെ കോൺട്രിബ്യൂഷനായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 93ാമത്തെ ക്വസ്റ്റ്യൻസ്, ഹു വോൺ ദ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഫോർ ദി 29th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFK അറ്റ് ട്രിവാൻഡ്രം ഇൻ ഡിസംബർ 2024. അപ്പോൾ ഇതിൽ പിന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഓക്കെ, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡിൽ. അപ്പോൾ ആൻ ഹ്യൂയ്ക്കാണ് ആ ഒരു അവാർഡ് ലഭിച്ചത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഇൻ്റർവ്യൂർ. ഒരു ഗുഡ് ഇൻ്റർവ്യൂർ, ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഗുഡ് ഇൻ്റർവ്യൂവറുടെ ക്വാളിറ്റീസ് ഏതാണ്? നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. അക്യൂറസി വേണം, അഡാപ്റ്റബിലിറ്റി വേണം, ടെമ്പർമെൻ്റ് വേണം. പറയാം കുറേ ആളെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ളതാണ്. പിന്നെ നല്ല ഇൻ്റലിജൻസും വേണം. അപ്പോൾ ഇതൊക്കെ ഒരു ഗുഡ് ഇൻ്റർവ്യൂവറുടെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് മാച്ച് ദ ഫോളോയിങ്. ഇതിൽ മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ സിംഗപ്പൂർ നമുക്കറിയാം സൗത്ത് ഏഷ്യൻ കൺട്രിയാണ്. സിംഗപ്പൂർ ഇതിൽ സൗത്ത് ഏഷ്യ അല്ല, സൗത്ത് വെസ്റ്റ് ഏഷ്യൻ കൺട്രിയാണ്. ഓക്കെ, ജോർദാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വെസ്റ്റേൺ ഏഷ്യൻ കൺട്രിയാണ്. ഓക്കെ, വെസ്റ്റേൺ ഏഷ്യൻ കൺട്രിയാണ്, വെസ്റ്റേൺ ഭാഗത്തായിട്ടുള്ള വരുന്നതാണ്. അതുപോലെ തന്നെ സൗത്ത് കൊറിയ വരുന്നത് ഈസ്റ്റ് ഏഷ്യയിലാണ്. ഓക്കെ, നേരെ മറ്റേ സൈഡിൽ. ഓക്കെ, ഭൂട്ടാൻ വരുന്നത് ഇതിൽ സൗത്ത് ഏഷ്യയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പിന്നെ 1 സിംഗപ്പൂർ വരുന്നത് സൗത്ത് വെസ്റ്റ് ഏഷ്യ. ജോർദാൻ വരുന്നത് വെസ്റ്റേൺ ഏഷ്യ. സൗത്ത് കൊറിയ വരുന്നത് ഈസ്റ്റ് ഏഷ്യ. അതുപോലെ തന്നെ 4th വൺ ഭൂട്ടാൻ വരുന്നത് സൗത്ത് ഏഷ്യ. ഓക്കെ, അപ്പോൾ ഇത്രയും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഇതിൽ. നെക്സ്റ്റ് 96ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹൂ ഈസ് ദ ഫോളോയിങ് പേഴ്സൺ ഹു ആർ നോട്ട് ഇലക്റ്റഡ് ഡയറക്ട്ലി ബൈ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇതിൽ പീപ്പിൾ ഓഫ് ഇന്ത്യ ഡയറക്റ്റ്ലി ഇലക്ട് ചെയ്യാത്തത് ആരെയാണെന്നാണ്. ഓക്കെ, അപ്പോൾ അതിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി
MLA, അതുപോലെ തന്നെ പിന്നെ മെമ്പർ ഓഫ് അപ്പർ ഹൗസ് ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ്, അതുപോലെ തന്നെ ഗവർണർ ഓഫ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിൽ പിന്നെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി നമ്മൾ ഡയറക്റ്റ് പിന്നെ എന്താണ് ഇലക്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം MLA നമ്മൾ ഡയറക്റ്റ് ഇലക്ട് ചെയ്യുന്ന ആളാണ് MLA എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒന്ന് വരുന്ന ഓപ്ഷൻസ് ഒക്കെ തെറ്റാണ്. ഓക്കെ, പിന്നെ ബാക്കി രണ്ട് ഓപ്ഷൻ ഉള്ളത് ഓൺലി 2, 3 and 4 ആണ്. നമുക്കറിയാം പിന്നെ മെമ്പർ ഓഫ് അപ്പർ ഹൗസ് ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റും എന്ന് പറയുന്നത് MP-മാർ. അപ്പോൾ അവരും നമ്മൾ ഡയറക്റ്റ് ഇലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതും തെറ്റാണ്. പിന്നെ വരുന്നത് ഓൺലി 3 and 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഗവർണർ ഓഫ് സ്റ്റേറ്റും ഡയറക്റ്റ് ഇലക്ട് ചെയ്യുന്നതല്ല. അപ്പം ഓൺലി 3 and 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ C ആണ് 96th ക്വസ്റ്റ്യൻ്റെ ആൻസർ. പിന്നെ വരുന്നത് ക്രോണോളജിക്കലി അറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഓർ ഇൻസിഡൻസ്. ഇതിൽ ആ ഒരു ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നടന്ന ഇൻസിഡൻറ്റ് ബർത്ത് ഓഫ് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി. അതിനുശേഷമാണ് ഭോപ്പാൽ ട്രാജഡി ഉണ്ടായത്. അതിനുശേഷമാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. അതിനുശേഷമാണ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് USSR. അപ്പോൾ ഈ ഒരു ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ ലിനക്സ് ബേസ്ഡ് മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇതിൽ ലിനക്സ് ബേസ്ഡ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് വരുന്നത് ഏതാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഓൺലി 1, 2 and 4. ഇതിൽ ഉബുണ്ടു ടച്ച്, പിന്നെ പോസ്റ്റ് മാർക്കർ OS, അതുപോലെ തന്നെ മോബി. ഇത് ലിനേജ് എന്നുള്ളത് വരുന്നില്ല. അപ്പോൾ ഇതും ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് വെൻ കൺസിഡറിങ് ഓൾ ഡെവലപ്മെൻറ്റ് ഹിസ്റ്ററി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിൽ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ബോത്ത് 1 and 2, രണ്ടും കറക്റ്റ് ആൻസറാണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മലയാളം സ്ക്രീൻ പ്ലേ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ MT വാസുദേവൻ നായർ. ഇപ്പോൾ MT വാസുദേവൻ നായരുടെ സ്ക്രീൻ പ്ലേയിൽ ഇൻക്ലൂഡ് അല്ലാത്ത ഏതാണെന്നാണ്. ഓക്കെ, അപ്പോൾ അതിൽ വരാത്തത് അനന്തരാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ B ആണ് ഓൺലി 2. അതാണ് കറക്റ്റ് ആൻസർ. ഇതൊഴികെ ബാക്കിയെല്ലാം MT വാസുദേവൻ നായരുടെ സ്ക്രീൻ പ്ലേയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2-ൽ പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ വരുന്നത്. പിന്നെ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് സേഫ്റ്റി ഡേയുടെ ആ ക്വസ്റ്റ്യൻ അതിലൊരു കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റാണ്. അപ്പോൾ താങ്ക് യു.